PT5 കാട്ടാന വീണ്ടും പാലക്കാട്ടെ ജനവാസ മേഖലയിൽ കഞ്ചിക്കോട് പയറ്റുക്കാട് ഭാഗത്താണ് ആന എത്തിയത്. കണ്ണിന് കാഴ്ചയില്ലാത്ത ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാനുള്ള തീരുമാനത്തിലാണ് വനവകുപ്പുള്ളത്. ആനയുടെ കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള വാർത്ത ജനം TV-യാണ് ആദ്യം പുറത്തുവിട്ടത്. പാലക്കാട് വാളയാർ മുതൽ മുണ്ടൂർ വരെയുള്ള മലയോര മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന PT5 ഇന്നും ജനവാസ മേഖലയിലെത്തി. രാവിലെ കഞ്ചിക്കോട് പയറ്റുക്കാട് ഭാഗത്താണ് ആന ഇറങ്ങി തെങ്ങ് ഉൾപ്പെടെ കൃഷി നശിപ്പിച്ചത്. കണ്ണിന് പരിക്കേറ്റതിനാൽ ആന ഉൾവനത്തിലേക്ക് അധികം കയറിപ്പോവാത്ത സ്ഥിതിയാണ്. വനംവകുപ്പ് കാട് കയറ്റാൻ ശ്രമിച്ചാലും വീണ്ടും ജനവാസ കേന്ദ്രത്തിൽ എത്തും. ആനയുടെ കാഴ്ചശക്തിക്ക് പ്രശ്നമുള്ളതിനാലാണ് കാട്ടിലേക്ക് പൂർണ്ണമായും കയറാത്തത് എന്നാണ് വനംവകുപ്പിൻ്റെ കണ്ടെത്തൽ. നേരത്തെ നാട്ടുകാർ ഉൾപ്പെടെ ആനയുടെ കാഴ്ചശക്തിയിൽ സംശയം പ്രകടിപ്പിക്കുകയും വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് വനംവകുപ്പും ആനയെ നിരീക്ഷിച്ച് കാഴ്ചശക്തിക്ക് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ മയക്കുവെടിവെച്ച് ആനയെ പിടികൂടി ചികിത്സ നൽകാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടിവെക്കുക. കാട്ടിൽ വെച്ച് തന്നെ ചികിത്സ നൽകാനാണ് ആലോചന. കഴിഞ്ഞ ദിവസങ്ങളിൽ പഴങ്ങളിലും മറ്റും മരുന്ന് വെച്ച് ആനയ്ക്ക് നൽകിയിരുന്നെങ്കിലും ഈ ചികിത്സ ഫലപ്രദമാവാത്ത സാഹചര്യത്തിലാണ് മയക്കുവെടിവെച്ച് പിടികൂടാൻ ഒരുങ്ങുന്നത്. ഈ ആഴ്ച തന്നെ ദൗത്യത്തിലേക്ക് കടക്കുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ജനം, പാലക്കാട്.